ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി പറയാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് മാപ്പ് ഫോർ ഈച്ച് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഓക്കെ, മാപ്പ് ഫോർ ഈച്ച് മെത്തേഡ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത മാപ്പിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഡാറ്റാസിനെയും നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ, അതായത് കീയും അതിൻ്റെ ഒപ്പം തന്നെ വാല്യൂവും കൂടി നമുക്ക് എല്ലാം നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഫോർ ഈച്ച് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർ ഈച്ച് മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ മാപ്പ് ഒബ്ജക്റ്റ് ഫോർ ഈച്ച്, അതിനുശേഷം ഒരു കാൾ ബാക്ക് ഉപയോഗിക്കും. എന്നിട്ട് അതൊരു അറേൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ആദ്യം തന്നെ കോൾ ബാക്ക് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതൊരു ഒരു ഫംഗ്ഷനായിട്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വാല്യൂ ഇത് എന്തിനാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കതൊരു എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ വാല്യൂസ് 1 by 1 ആയിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് വാല്യൂ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഡയറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മളിവിടെ ഒരു മാപ്പ് ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ പേര് മാപ്പ് എന്നാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വാർ മാപ്പ് ന്യൂ ഈക്വൽ ടു മാപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 വാല്യൂസ് ആഡ് ചെയ്യാണ്. അപ്പോൾ മാപ്പ് ഡോട്ട് സെറ്റ് എന്നതിന് ശേഷം 1 എന്നിട്ടതിന് ശേഷം jQuery എന്ന് ടൈപ്പ് ചെയ്തു. അതേപോലെ മാപ്പ് ഡോട്ട് സെറ്റ് 2 എന്നിട്ടതിന് ശേഷം ആംഗുലർ JS എന്ന് ടൈപ്പ് ചെയ്തു. അതേപോലെ മാപ്പ് ഡോട്ട് സെറ്റ് എന്നിട്ട് 3 ഇട്ടതിന് ശേഷം ബൂട്ട്സ്ട്രാപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ മുകളിലൊരു ഹെഡിങ് വരാൻ വേണ്ടി ഫാക്ഷൻ വാല്യൂ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ്റെ പേരെന്താണ്, നമ്മൾ ഡിസ്പ്ലേ എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പാരാമീറ്റർ ആയിട്ട് വാല്യൂസ് ആണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ലൈൻ, അതായത് റൈറ്റ് വാല്യൂസ്, നമുക്ക് ആ കൊടുത്ത വാല്യൂസ് 1 by 1 ആയിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. എന്നിട്ട് മാപ്പ് ഫോർ ഈച്ച് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പാരാമീറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ലൈവ് സെർവർ വെച്ചിട്ട് ഇത് റണ്ണ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഫാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് jQuery, അതേപോലെ തന്നെ ആംഗുലർ JS, അതേപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പ് നമുക്കിതുപോലെ 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാകും. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വാർ മാപ്പ്, അതിനുശേഷം നമ്മളൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ കൊടുത്ത അതേപോലെ തന്നെ വാല്യൂസ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ലൈന് ഫാച്ചിങ് വാല്യൂസ് ആൻഡ് കീ, അതായത് നമുക്കിതിൻ്റെ ഒപ്പം വാല്യൂവും അതേപോലെ തന്നെ കീയും രണ്ടും കൂടി ഒപ്പാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളോട് ആദ്യം തന്നെ ഒരു ഫംഗ്ഷന് ഡിക്ലെയർ ചെയ്തു ഡിസ്പ്ലേ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 2 കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതൊക്കെയാണ്, വാല്യൂവും അതേപോലെ തന്നെ കീയും. 2 പാരാമീറ്ററാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ എക്സാമ്പിളിൽ നമ്മൾ വെറും വാല്യൂസ്, അതായത് വാല്യൂസ് മാത്രമാണ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരിക്കലും കീ പ്രിൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഈ എക്സാമ്പിളിൻ്റെ ഉള്ളിൽ നമുക്ക് വാല്യൂവും അതേപോലെ തന്നെ കീയും രണ്ടും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരാമീറ്ററായിട്ട് വാല്യൂവും അതേപോലെ തന്നെ കീയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്യാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് ലൈൻ. ആദ്യം നമുക്ക് വാല്യൂസ് ഏതാണോ അത് പ്രിൻറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ കീ ഏതാണോ അതും പ്രിൻറ്റ് ചെയ്യണം. ന്യൂ ലൈന് വരാൻ വേണ്ടി ബ്രേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം മാപ്പ് ഡോട്ട് ഫോർ ഈച്ച് എന്നിട്ട് ഡിസ്പ്ലേ എന്ന് കൊടുത്താൽ ഈ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ ഡാറ്റാസും നമുക്കിവിടെ വന്ന് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടി റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഇതിൻ്റെ കൂടെ വാല്യൂവും അതേപോലെ തന്നെ അതിൻ്റെ കീ കൂടി നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഫോർ ഈച്ച് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മാപ്പ് ഗെറ്റ് മെത്തേഡിനെ, ജാവാസ്ക്രിപ്റ്റ് മാപ്പ് ഗെറ്റ് മെത്തേഡിനെ കുറിച്ചാണ്. ഓക്കെ, ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കീ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെ അനുസരിച്ചുള്ള മാപ്പ് ഒബ്ജക്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കീ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് വരും. അതിനുള്ള സിൻടാക്സ് എങ്ങനെയെന്ന് വെച്ചാൽ മാപ്പ് ഒബ്ജക്റ്റ്, അതായത് നമ്മളെ ഒബ്ജക്റ്റിൻ്റെ പേര് ഡോട്ട് ഗെറ്റ്, അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കീ ഏതാണോ അത് ചേർത്ത് കൊടുത്താൽ മതി. ഈ കീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വാല്യൂ ആണോ സെർച്ച് ചെയ്യുന്നത് ആ വാല്യൂ ആണ് നമ്മൾ കീ ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിൾ ഇവിടെ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മാപ്പ് ഈക്വൽ ടു ന്യൂ മാപ്പ് എന്ന പേരിലൊരു ന്യൂ മാപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു 3 വാല്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന്
ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ലൈന്, എന്നിട്ട് മാപ്പ് ഡോട്ട് ഗെറ്റ് 1, അതായത് ഇത് ഒന്നാമത്തെ ഒബ്ജക്റ്റ് ഏതാണോ അത് പ്രിൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ മാപ്പ് ഡോട്ട് ഗെറ്റ് 2, ഇതിലെ രണ്ടാമത്തെ വാല്യൂ ഏതാണോ അത് പ്രിൻറ്റ് ചെയ്യണം. മാപ്പ് ഡോട്ട് റൈറ്റ് ലൈന് ഗെറ്റ് 3, മൂന്നാമത്തത് ഏതാണോ അതും നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഗെറ്റിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളതൊക്കെ അതിൻ്റെ കീ ആണ്. അതിൽ ഏത് വാല്യൂ ആണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അതാണ് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്നുകൂടി റൺ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കൊടുത്ത വാല്യൂസ് 3 നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ വാല്യൂസ് ആണോ നമ്മൾ കൊടുത്തിരുന്നത് അത് നമുക്ക് 3 ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ കൂടി നമുക്കിതിലേക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണേ, ഗെറ്റ് മാപ്പ് ഡോട്ട് ഗെറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അതായത് ഇത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അൺഡിഫൈനഡ് ആണ് വരിക. കാരണം ഇതിൽ ആകെ 3 വാല്യൂസ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഗെറ്റ് ചെയ്തെടുക്കുന്നത് 5th ആണ്, അതായത് 5 ആണ്. ഇങ്ങനെ ഒരു വാല്യൂ ഇതിലില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എന്താണ് വരുന്നതെന്ന് നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാനിത് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്യിക്കുമ്പോൾ അൺഡിഫൈനഡ് എന്നായിരിക്കും വരിക. ഇതെന്തുകൊണ്ടാണ് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കിതിൽ 5ാമത്തെ വാല്യൂ ഒരിക്കലും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ 1 മുതൽ 3 വരെയുള്ള വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഏതെങ്കിലും വാല്യൂസ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഇതുപോലെ അൺഡിഫൈനഡ് എന്നായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് മാപ്പ് ഹാസ് മെത്തേഡിനെ കുറിച്ചാണ്. മാപ്പ് ഹാസ് മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ മാപ്പ് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കീ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, അതായത് മാപ്പിനുള്ളിൽ ആ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൂ എന്നും ഇല്ലെങ്കിൽ നമുക്കത് ഫാൾസ് എന്നും ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നമ്മളെ മാപ്പിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് അറ്റ് പ്രസൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാപ്പ് ഹാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് മാപ്പ് ഒബ്ജക്റ്റ്, അതായത് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പേരെന്താണെന്ന് ചേർത്ത് കൊടുക്കും, ഡോട്ട് ഹാസ്, എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് കീ ആണോ സെർച്ച് ചെയ്യേണ്ടത് ആ കീൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കും. ഓക്കെ, ആ കീ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ്, അതായത് നമുക്ക് ഏതാണോ സെർച്ച് ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3 വാല്യൂസ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ലൈന് മാപ്പ് ഡോട്ട് ഹാസ് 2, അതായത് ഇതിൽ രണ്ടാമത്തത് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ട്രൂ എന്നായിരിക്കും ആൻസർ വരിക. കാരണം നമുക്ക് ആ വാല്യൂ അതിൻ്റെ ഉള്ളിൽ അറ്റ് പ്രസൻറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ വന്ന് ട്രൂ എന്നാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിളിൽ നമുക്കിതിൽ 5th കീൻ്റെ സ്ഥാനത്ത് നമ്മൾ 5 ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ആ വാല്യൂ ഇതിൻ്റെ ഉള്ളിൽ വരുന്നില്ല. 1, 2, 3 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. പക്ഷെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 5ാമത്തെ വാല്യൂ ആണ്. അപ്പോൾ വീണ്ടും ഇതൊന്ന് നമുക്ക് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ആൻസർ ഡിസ്പ്ലേ ചെയ്യുക ഫാൾസ് ആണ്. കാരണം 5ാമത്തെ വാല്യൂ ഇതിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അടുത്തതായി നമുക്കിവിടെ വന്ന് അപ്പോൾ അടുത്ത എക്സാമ്പിളിൽ നമ്മളിവിടെ കീ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് മാപ്പ് ഡോട്ട് ഹാസ് എന്ന് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തേൽ മാപ്പ് ഡോട്ട് ആസ് ഇട്ടതിന് ശേഷം ജേക്വറി എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു കീ ഒന്നും നമുക്കിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് മാപ്പ് അതേപോലെ തന്നെ മാപ്പ് ഡോട്ട് ഹാസ് എന്നും അതേപോലെ മാപ്പ് ഡോട്ട് ഹാസ് ജേക്വറി എന്നും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ ഫാൾസ് ആണ് വരുന്നത്. കാരണം നമുക്കിവിടെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കീ ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ആ കീക്ക് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു വാല്യൂ സെർച്ച് ചെയ്ത് എടുക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് മാപ്പ് കീസ് എന്ന മെത്തേഡിനെ കുറിച്ചാണ് നമ്മളിവിടെ അടുത്തതായി പറയാൻ പോകുന്നത്. ജാവാസ്ക്രിപ്റ്റ് മാപ്പ് കീസ് മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓരോ മാപ്പിൻ്റെ ഉള്ളത്തെ വാല്യൂസിൻ്റെ കൂടെയും ഒരു കീ കൂടി നമുക്ക് ഒപ്പം, അതായത് അഡീഷനായിട്ട് നമുക്കൊരു കീ കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മാപ്പ് കീസ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ആൾറെഡി മാപ്പിൻ്റെ കൂടെ ഒരു കീ വരുന്നുണ്ടെങ്കിലും നമുക്ക് അഡീഷനായിട്ട് ഒരു കീ കൂടി നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാപ്പ് കീസ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയെന്ന് വെച്ചാൽ മാപ്പ് ഒബ്ജക്റ്റ് ഡോട്ട് കീസ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ഒന്ന് ചെയ്ത് നോക്കാം.
ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3 വാല്യൂസ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇവിടെ പുതിയൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് ITR ലിറ്റർ ITR എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു മാപ്പ് ഡോട്ട് കീസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കുകയാണ് റൈറ്റ് ലൈന് ITR, അതായത് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത വേരിയബിളിൻ്റെ പേരാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, നെക്സ്റ്റ് ഡോട്ട് വാല്യൂസ്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തതും ഇവിടെ വന്ന് ITR ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂസ്, അതേപോലെ മൂന്നാമതും നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ കീസ് വാല്യൂ ഏതാണോ അത് മാത്രമായിട്ടായിരിക്കും നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരിക. അപ്പോൾ നമുക്കിവിടെ ഈ സെറ്റിൻ്റെ മാപ്പിൻ്റെ കൂടെ നമുക്ക് ഓൾറെഡി കീ ഉണ്ട്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ഒരു കീ കൂടി റെപ്രസെൻറ്റ് ചെയ്തിട്ട് ആ കീ നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിളാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, ഇത് നമുക്കൊരു ഫോർ ലൂപ്പ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ മാപ്പ് ITR ഈക്വൽ ടു മാപ്പ് ഡോട്ട് കീസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം I ഈക്വൽ ടു 0, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാപ്പ് ഡോട്ട് സൈസ്, അതായത് മാപ്പിന് എത്രയാണോ സൈസ് അതുവരെ ഇത് ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാപ്പ് ഡോട്ട് സൈസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം I ഓരോ തവണ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരാൻ വേണ്ടി ഇവിടെ വന്ന് I++ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ലൈന് ITR നമ്മൾ കൊടുത്ത ഈ ഇൻറ്റിജർ ഈ പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിളിൻ്റെ പേര് ചേർത്ത് കൊടുക്കുന്നു. ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂസ്, അതായത് ഇവിടെ നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ചേർത്ത് കൊടുത്തതിന് പകരം ഇതൊരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിലും നമുക്ക് നേരത്തെ എന്താണോ ആൻസർ കിട്ടിയത് അതേ രൂപത്തിൽ തന്നെ നമുക്കിവിടെ വന്ന് 1 by 1 ആയിട്ട് നമ്മൾ അതിന് പുതിയതായിട്ട് ചേർത്ത് കൊടുത്ത് ആ കീ ആയിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് മാപ്പ് സെറ്റ് മെത്തേഡിനെ കുറിച്ചാണ്. മാപ്പ് സെറ്റ് മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളെ ഈ സെറ്റിനുള്ളിലേക്ക്, അതായത് നമ്മളെ മാപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പുതിയൊരു വാല്യൂ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മാപ്പ് സെറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓരോ വാല്യൂസിനും നമുക്ക് യുണീക്കായിട്ടൊരു കീ ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഓരോ വാല്യൂ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ കൂടെ യുണീക്കായിട്ടൊരു വാല്യൂ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയെന്ന് വെച്ചാൽ മാപ്പ് ഒബ്ജക്റ്റ്, അതായത് നമ്മളെ മാപ്പിൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഡോട്ട് സെറ്റ്, അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കീ, ആദ്യം തന്നെ നമുക്ക് കീയും അതേപോലെ രണ്ടാമത് വാല്യൂവും നമ്മൾ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലെ കീ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ അതിന് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കീ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ വാല്യൂ എന്ന് പറയുന്നത് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട വാല്യൂ ഏതാണോ അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈക്വൽ ടു ന്യൂ മാപ്പ് എന്നിട്ടു. അതിനുശേഷം മാപ്പ് സെറ്റ് എന്നിട്ട് ഇവിടെ വന്ന് ആദ്യം കീ ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് വാല്യൂം ചേർത്ത് കൊടുത്തു. അതേപോലെ ഇങ്ങനെ 3 വാല്യൂസ് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഇനി അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് നമ്മളിവിടെ വന്ന് ഗെറ്റ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ അതിന് നമ്മൾ ചേർത്ത് കൊടുത്ത വാല്യൂസ് ആയിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. അതായത് jQuery, Angular, JS, Bootstrap എന്നുള്ള വാല്യൂസ് നമുക്കിവിടെ വന്ന് 1 by 1 ആയിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് മാപ്പ് വാല്യൂസ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ജാവാസ്ക്രിപ്റ്റ് മാപ്പ് വാല്യൂസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത മാപ്പിനുള്ളിലത്തെ ഓരോന്നിനെയും വാല്യൂസ് എല്ലാത്തിനെയും വാല്യൂസ് മാത്രമായിട്ട് നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പ് വാല്യൂസ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്ത ഓർഡറിനനുസരിച്ച് ഓരോന്നായിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിൻടാക്സ് ആണ് മാപ്പ് ഒബ്ജക്റ്റ്, അതിനുശേഷം ഡോട്ട് വാല്യൂസ് എന്ന് ചേർത്ത് കൊടുത്താൽ അതിന് നമ്മൾ ഏത് വാല്യൂസ് ആണോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ ഇവിടെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മാപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു 3 വാല്യൂസ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ പുതിയൊരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ITR എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു
മാപ്പ് ഡോട്ട് വാല്യൂസ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഓരോ തവണ നമ്മൾ ITR ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒന്നാമത്തെ വാല്യൂസ് ഏതാണോ അത് പ്രിൻറ്റ് ചെയ്ത് വരും. നേരത്തെ നമ്മുടെ എൻട്രീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളത്തെ ഓരോ കീകളായിരുന്നു പ്രിൻറ്റ് ചെയ്തിരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഓരോ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ITR ഉപയോഗിക്കുന്നത്. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ലൈന് ITR ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വാല്യൂസ് ഏതാണോ അത് പ്രിൻറ്റ് ചെയ്ത് വരും. അടുത്തത് പ്രിൻറ്റ് ചെയ്യണം എന്നുള്ള മീനിങ്ങിലാണ് നെക്സ്റ്റ്, അതായത് നമ്മൾ കൊടുത്തതിൻ്റെ ഓർഡറിനനുസരിച്ച് ഓരോന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ITR ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ ഇതിലെ മൂന്നാമത്തെ വാല്യൂസ് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് jQuery, അതേപോലെ തന്നെ ആംഗുലർ JS, അതേപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പ്, ഇങ്ങനെ ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇതന്നെ നമുക്ക് ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ITR ഈക്വൽ ടു മാപ്പ് ഡോട്ട് വാല്യൂസ് എന്നിട്ടു. അതിനുശേഷം ഫോർ I ഈക്വൽ ടു 0, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാപ്പ് ഡോട്ട് സൈസ്, അതായത് മാപ്പിൻ്റെ സൈസ് എത്രയാണോ അത്രയും വാല്യൂസ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യണം. I ഓരോ തവണ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരാൻ വേണ്ടി ഇവിടെ വന്ന് I++ എന്നും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഉള്ളത്തെ ഓരോ വാല്യൂസും 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാണ്. അതിന് ITR ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂസ് എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് നേരത്തെ ഡിസ്പ്ലേ ചെയ്ത പോലെ തന്നെ നമുക്ക് ഓരോ വാല്യൂസ് 1 by 1 ആയിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് മാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് മെത്തേഡുകളെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.